ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമി. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളൊരു ഹെയർ കെയർ വീഡിയോ ആണ്. വിത്ത് വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒപ്പം. അപ്പോൾ മറക്കാതെ നിങ്ങൾ ഫുള്ള് കാണാം. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ആഗ്രഹമാണ് മുടി നന്നായിട്ട് വളരാൻ, മുടി കൊഴിച്ചിലുണ്ടാവരുത്, അതേപോലെ മുടി തിന്നാവുന്ന പ്രശ്നമൊക്കെ മാറണം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഹെയർ റിലേറ്റഡ് ഇഷ്യൂസിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഏറ്റവും വളരെ പ്രധാനപ്പെട്ട എന്താ പറയുക, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒരു എന്താ പറയുക ട്രിക്ക് അല്ലെങ്കിൽ ഒരു മെത്തേഡ്, ഇൻവേർഷൻ മെത്തേഡ്. നമ്മൾ തമ്പനയിൽ കണ്ട പോലെ ഇൻവേർഷൻ മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നെറ്റി കയറുന്ന പ്രശ്നം എനിക്ക് നന്നായിട്ടുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയില്ലേ അതിൻ്റെ മാസ്ക് യൂസ് ചെയ്യുന്നുണ്ട്, വീക്ക്ലി വൺസും ടോയ്സൊക്കെ ഇട്ട്. അതെൻ്റെ യൂസ് ചെയ്യണമനുസരിച്ചിട്ട് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് വീഡിയോയിൽ ഹെയർ മസാജിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ അതിൽ ഏറ്റവും നല്ലൊരു റിസൾട്ട് തരുന്നൊരു സംഭവമാണ് ഇൻവേർഷൻ മെത്തേഡ്. ഇൻവേർഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ മുടി കുനിച്ചിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഹെയർ നല്ല രീതിയിൽ മസാജ് ചെയ്യാം. ഒരു 3 മിനിറ്റ് തൊട്ട് ഒരു 5 മിനിറ്റ് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ ഇൻവേർഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് 3 രീതിയിൽ ചെയ്യാം. നമുക്ക് ഇരുന്നുകൊണ്ട് വേണമെങ്കിൽ ഇത് ചെയ്യാം, നിന്നുകൊണ്ട് ചെയ്യാം, കട്ടിലിൽ കിടക്കുക, കട്ടിലിൽ കിടന്നിട്ട് കട്ടിലിൻ്റെ അറ്റത്ത് കിടന്നിട്ട് മുടി നമ്മൾ താഴോട്ട് ഇടുന്ന രീതിയിൽ ഹെയർ മസാജ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. എന്തായാലും ഒരു 5 മിനിറ്റ് ചെയ്താൽ മതി കേട്ടോ, അതിൽ കൂടുതൽ നേരം ചെയ്യണമെന്നില്ല. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് കംഫോർട്ടബിൾ അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് വീഡിയോ ചെയ്യണം കാരണം ഇരുന്നുകൊണ്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ ചെയ്യണ കൊണ്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ ഉണ്ടാവും, മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഇത് സംഭവിക്കാനുള്ള കാരണം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മളിങ്ങനെ തല കുമ്പിട്ടിരിക്കുമ്പോൾ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് നമ്മുടെ ഈ ഒരു തലയിലോട്ട് വരും. പിന്നെ മസാജിങ്ങിലൂടെ ഒന്നും കൂടി കൂടും. അപ്പോൾ ഇതെന്നിട്ടുണ്ടെങ്കിൽ നൈറ്റ് ടൈം ചെയ്യണതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഭയങ്കര റിലാക്സ് ആയിരിക്കും, നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കാനുണ്ടാവില്ല, നമ്മൾ ഉറങ്ങുക എന്നുള്ളൊരു കാര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ ചെയ്യുകയാണെങ്കിൽ ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ ഉണ്ടാവാനായിട്ടും ഹെയർ ഫോളിക്കിൾസൊക്കെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട്, മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ചെയ്യാനായിട്ട്, അതുപോലെ മുടി തിന്നാവുന്ന പ്രശ്നമുള്ളവരാണെങ്കിൽ ആ ഒരു പ്രശ്നമൊക്കെ മാറി നല്ല തിക്കായിട്ട്, അതായത് ഓരോ മുടിയിഴകളും നല്ല തിക്കും സ്ട്രോങ് ആയിട്ടൊക്കെ വളരാനായിട്ട് സഹായിക്കും. 3 മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാം മുടി കുനിച്ചിട്ടിട്ട് ഒരു 3 to 5 മിനിറ്റ് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം. അതേപോലെ നമുക്ക് കിടന്നുറങ്ങുന്നതിന് മുന്നേ ചെയ്യാം കേട്ടോ. നമ്മൾ കട്ടിലിൽ തന്നെ കിടന്നിട്ട് തല എന്താ പറയുക മുടി അഴിച്ചിട്ട് തല ഒരു സൈഡിലാക്കുക, അതായത് നമ്മുടെ ബെഡിൻ്റെ അറ്റത്ത് വെച്ചിട്ട് മസാജ് ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ ഇരുന്നുണ്ടോ നിന്നുണ്ടോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും ഇതേപോലെ 3 to 5 മിനിറ്റ് ചെയ്താൽ മതി. പക്ഷെ നമ്മൾ മുടി കുമ്പിട്ടിട്ട് ചെയ്യുമ്പോൾ ഇവർ പറയുന്ന ഈ ഒരു ഇൻവേർഷൻ മെത്തേഡിൽ പറയണത് നമ്മൾ മന്ത്ലി 2 വീക്സ് ചെയ്താലേ ഒരു 1 വീക്ക് ചെയ്യണ്ട കേട്ടോ, അങ്ങനെയാണ് പറയണത്. നമ്മൾ ചെയ്തില്ലെങ്കിലും നല്ല റിസൾട്ടാണെന്നാണ് പറയണത്. അതല്ലാതെ നമുക്കിപ്പോൾ ഇങ്ങനെ ചെയ്യണ കൊണ്ട് സൈഡ് എഫക്റ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അതല്ല നമുക്കിങ്ങനെ കുനിഞ്ഞ് ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ ഷോൾഡർ പെയിൻ അല്ലെങ്കിൽ വേദന അല്ലെങ്കിൽ നെക്കിൻ്റെയൊക്കെ അവിടെ വേദനയുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചോ. അങ്ങനെയുള്ളവർക്ക് നമ്മൾ സാധാരണ ഹെയർ മസാജ് എങ്ങനെയാണോ ചെയ്യണം ആ രീതിയിൽ ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. എന്തായാലും ഹെയർ മസാജ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ഒരു കാര്യം കൂടി കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ഞാൻ ഗിഫ്റ്റ് ചെയ്തതും എനിക്ക് സ്വന്തമായിട്ട് വാങ്ങിച്ച കുറച്ച് ഐറ്റംസും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങളിൽ ഒരുപാട് പേര് ഹസ്ബൻഡിന് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിനൊക്കെ എന്ത് ഗിഫ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കോംബോയിൽ ഇതേപോലെ പെർഫ്യൂം സെറ്റ് വാങ്ങിക്കാം. ഇതിനൊരു 300 സംതിങ് റുപ്പീസേ ഉള്ളൂ. ഇതിന് 4 പെർഫ്യൂംസ് വരുന്നുണ്ട്. ദ മാൻ കമ്പനി പോളോ വുഡ്സ് കളക്ഷനാണ് കേട്ടോ ഇത്. 20 ml ആണ് ഓരോ ബോട്ടിലും പെർഫ്യൂംസിൻ്റെ ഒരു ക്വാണ്ടിറ്റി വരുന്നത്. 4 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നല്ല പാക്കേജിങ് ആണ്, നല്ല കട്ടി വരുന്ന നല്ല പാക്കേജിങ് ആണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പെർഫ്യൂം വരുന്നത്. നല്ല പെർഫ്യൂമാണ് കേട്ടോ. എടുത്തു പറയേണ്ട ഒരു കാര്യം ഉണ്ടെങ്കിൽ നല്ല ഗ്ലാസ് കണ്ടെയ്നറാണ്, നല്ല റിച്ച് ആൻഡ് ക്ലാസി ലുക്കാണ് കേട്ടോ ഇത് തരുന്നത്. ഇതിൽ ഞാൻ വാങ്ങിച്ചപ്പോൾ തന്നെ ഇത് മെൻസിൻ്റെ, ഫസ്റ്റ് തന്നെ പറയില്ല മെൻസിൻ്റെ പെർഫ്യൂമാണ് എങ്കിലും കയ്യിലോട്ട് കിട്ടുമ്പോൾ തന്നെ ഞാൻ എടുത്തടിക്കാറുണ്ട് കേട്ടോ. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഗ്രീൻ കളറിലെ പെർഫ്യൂമാണ്. നല്ല സ്മെല്ലാണ്. ഇതൊരു അധികം നേരം ലോങ് ലാസ്റ്റ് ഒന്നും ചെയ്യില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു 3 to 4 hours ലോങ് ലാസ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ അതായത് നല്ലൊരു ഫ്രാഗ്രൻസ് ആയിരിക്കും. ഈ ഒരു 3 to 4 hours നല്ലൊരു ഫ്രാഗ്രൻസ് ആയിരിക്കും. പിന്നെ കുറേ കഴിയുമ്പോഴേക്കും അതൊന്ന് കുറഞ്ഞ് വരും കേട്ടോ നന്നായിട്ട്. എന്നാലും ജസ്റ്റ് എവിടേക്കോ നമ്മൾ എന്താ പറയുക എവിടേക്കോ സ്മെല്ലുണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ, അങ്ങനെയൊക്കെ തോന്നിയിട്ടാണ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇത് കൊണ്ടുവന്നത് വാലൻറ്റൈൻസ് ഡേ സമയത്ത് കൊടുക്കാൻ വേണ്ടിയാണെങ്കിലും നമ്മൾ
അതിനനുസരിച്ചൊരു ഓർഡർ ചെയ്ത് കയ്യിലോട്ട് കിട്ടുമ്പോൾ തന്നെ നമ്മളതിൻ്റെ ആ ഒരു സർപ്രൈസ് കാര്യങ്ങളൊക്കെ വിട്ട് കളയോട്ടാ. അപ്പം തന്നെ അത് കൊടുത്ത് നമ്മൾ പഠിച്ച് ആ ഒരു രീതിയിലാണ് എൻ്റെ വാലൻറ്റൈൻസ് ഡേ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ കൊടുത്തു, എന്താ പറയുക, ഒരു സന്തോഷം. അടുത്ത് ഞാൻ വാങ്ങിച്ച ഐറ്റം കൂടി കാണിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ 500 സംതിങ് റുപ്പീസാണ് 300 സംതിങ്ങിന് ഓഫറിൽ കിട്ടിയതാണ് കേട്ടോ. ഇപ്പോഴും ഓഫർ ഉണ്ടാവും, കാരണം വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫറൊക്കെ ഉണ്ടാവും. അടുത്ത ഞാൻ മാൻ കമ്പനിയുടെ അടുത്തൊരു പെർഫ്യൂം വാങ്ങിച്ചത് ജെൻറ്റിൽമാൻസ് ഡിസയർ എന്നുള്ള ഒരു കോംബോ പാക്കാണ് കേട്ടോ. ഇതിലും ഈ പറഞ്ഞ പോലെ 4 എണ്ണം വരുന്നുണ്ട്. ഇതിൽ നോക്കുകയാണെങ്കിൽ സിഡ്രൺ, മസ്ക്, ജോയ്, ഇൻറ്റൻസ് ഇതൊക്കെയാണ് ഇതിൻ്റെ പേര് വരുന്നത്. നമ്മൾ ആദ്യം കണ്ടതിൽ കളറാണ് കൊടുത്തേക്കുന്നത്, ഇതിലിങ്ങനെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതിൽ എന്താ പറയുക, ഞാൻ നേരത്തെ കാണിച്ച അതേ രീതിയിലാണ് പാക്കേജിങ് വരുന്നത്, പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ, പേരിൽ മാത്രം. പിന്നെ പെർഫ്യൂമിൻ്റെ സ്മെല്ലിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ പോളോ വുഡ്സ് കളക്ഷൻ്റെ പെർഫ്യൂമിൻ്റെ സ്മെല്ല് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഓരോരുത്തരുടെ ഓരോ ഇഷ്ടങ്ങളാണല്ലോ, ഓരോ സ്മെല്ലിൻ്റെയൊക്കെ ഓരോ ഇഷ്ടങ്ങളല്ലേ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതായിരിക്കും ഇഷ്ടപ്പെട്ടത്, എനിക്ക് ഇത്രയും കൂടി ഇഷ്ടപ്പെട്ടത് ആദ്യം കാണിച്ചതാണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വാങ്ങിക്കാം. ഏകദേശം സെയിം റേറ്റിൽ ഒരു 300 സംതിങ്ങിനൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും ഈ ഒരു കോംബോ സെറ്റ്. ഓഫർ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കിട്ടില്ല കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്തോളൂ. ആമസോണിൽ നിന്നാണ് എല്ലാം പർച്ചേസ് ചെയ്തേക്കണം. ലിങ്ക്സ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതിലെ ഈ ജോയ് എന്നുള്ള ഓറഞ്ച് കളറുള്ള ഈ ഒരു പെർഫ്യൂമില്ല, ഇതും നല്ല സ്മെല്ലാണ്. ഇതും ഈ പറഞ്ഞ ഒരു 3 to 4 hours ലോങ് ലാസ്റ്റ് ചെയ്യും ഇതിനൊരു സ്മെല്ല്. അതിനുശേഷം നമ്മളൊരു ഡിമ്മായി സ്മെല്ല് കുറഞ്ഞ് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തേക്കണം കേട്ടോ. ഞാൻ കൂടുതലൊന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, കാരണം ഇത് വന്നിട്ട് അധികമായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ പെർഫ്യൂമും വാരിപ്പൂശി എനിക്ക് എല്ലാത്തിൻ്റെ സ്മെല്ല് മിക്സ്ഡ് ആയിട്ട് ഏതാണ് സ്മെല്ല് കറക്റ്റ് എന്ന് അറിയാൻ പറ്റില്ല. നിങ്ങളെ കാണിക്കാനൊരു ആവേശം കൊണ്ട് എല്ലാം എടുത്ത് അടിച്ചതാണ്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് നമ്മുടെ പെർഫ്യൂമിൻ്റെ ഒരു സെറ്റ് വരുന്നത്. കോംബോ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇതിൽ 2 എണ്ണത്തിൽ ഏതെങ്കിലും വാങ്ങിക്കാം. ഇനിയിപ്പോൾ സിംഗിളാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഫോഗിൻ്റെത്. ഫോഗിൻ്റെ ഈ ഒരു പെർഫ്യൂം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഹസ്ബൻഡിന്. അതിൽ ഏതാണെങ്കിലും ഇഷ്ടമാണ്. പല പേരിൽ ഉണ്ട്, വയലറ്റും ബ്ലൂ കളറും അങ്ങനെയൊക്കെ, അപ്പോൾ ഗ്രീൻ കളറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളറാട്ടോ ഞാൻ എടുത്തത്, നല്ല സ്മെല്ലാണ്. ഇതിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 800 സംതിങ് പ്രൈസ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഇത് ലിങ്ക് എടുക്കുന്ന സമയത്ത് ഒരു 300 സംതിങ്ങിന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഓഫർ അങ്ങനെ കിട്ടുന്നതുകൊണ്ടാണ്, ഓഫർ ടൈമിലായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക, നല്ല ഓഫറില്ല. അതായത് 800 ഞാൻ വാങ്ങിച്ചു, ഇപ്പോൾ 300 എന്ന് പറയുമ്പോൾ എത്രയോ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് നല്ലൊരു ഓഫറല്ലേ, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഫോഗിൻ്റെ നല്ല സ്മെല്ലാണ്. ഇപ്പോൾ ഇതെല്ലാം കൂടി വാരിപ്പൂശി എനിക്ക് പല സ്മെല്ലുകളെല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഇപ്പം. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഐറ്റം കേട്ടോ. ഇനി എനിക്ക് എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ച ഐറ്റം കാണിച്ചു തരാം. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടാണ് ഇതൊക്കെ പർച്ചേസ് ചെയ്യണതൊന്നും അതേ കാര്യം. എനിക്കൊരു റോസ് ഗോൾഡിൻ്റെ വാച്ചാണ് പർച്ചേസ് ചെയ്തേക്കണത്. ഇതിട്ടുണ്ടെങ്കിൽ ഡാനിയൽ ലീ എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ ഒരു റോസ് ഗോൾഡ് വാച്ചാണ്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്ക് ഇതേ മോഡൽ ഒരെണ്ണം ഉണ്ട്, സെക്കൻഡാണ് കേട്ടോ ഇത്. പക്ഷേ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ഇങ്ങനത്തെ റോസ് ഗോൾഡ് ഇങ്ങനെ റൗണ്ടായിട്ടുള്ള വാച്ചൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ്. ഇതിൻ്റെ പ്രൈസ് ഉണ്ട് കേട്ടോ, ഇതിനൊരു 2000 സംതിങ് ആണ് പ്രൈസ് വരുന്നത്. നല്ല ഒരു വാച്ചാണ്. എനിക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. ആദ്യം വാച്ച് കിട്ടിയപ്പോൾ ഏത് കയ്യിലായിട്ടുണ്ടെന്നുള്ള ഒരു സംശയം വരുന്നത് എനിക്ക് വീഡിയോ പിടിക്കുന്നതിൻ്റെ ഒരു ഇതാണ്. കാരണം കുറേ ദിവസമായിട്ട് ഇപ്പം മടിച്ചായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാറില്ല, ഫുൾ ടൈം റെസ്റ്റാണ്. വീണ്ടും ഞാൻ ഇന്നാണ് ഇപ്പം ഷൂട്ട് ചെയ്തത് മര്യാദക്ക്. അപ്പോൾ ഇനി അടുത്തത് ഞാൻ രാകേഷ് ചേട്ടന് എന്താ പറയുക പെർഫ്യൂം വാങ്ങിച്ച് കോംബോ സെറ്റൊക്കെ വാങ്ങിച്ച് 2-3 എണ്ണമൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോൾ എനിക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം കാരണം ഞാൻ വീണ്ടും ഒരു പെർഫ്യൂം സെറ്റ് ഓർഡർ ചെയ്തു. ഇതിനധികം പ്രൈസില്ല, ഈ പറഞ്ഞ പോലെ 300 സംതിങ് 200 സംതിങ്ങിനൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ വാട്ടർ ഗേൾ എന്നുള്ള കോംബോ സെറ്റ് ലേഡീസിനൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പറയുകയാണെങ്കിൽ ഇത് ബോഡി സ്പ്ലാഷാണ്. എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇതിൽ അങ്ങനെ കേട്ടോ കൊടുത്തേക്കണത്, ലെയർ വാട്ടർ ഗേൾ ബോഡി സ്പ്ലാഷ്. ഇതിൽ 4 എണ്ണം വരുന്നുണ്ട്, 25 ml. ഓരോ ബോട്ടിലും 25 എണ്ണം വെച്ചിട്ടാണ് വരുന്നത്. ഇതിൻ്റെ പാക്കേജിങ് പ്രൈസ് 356 കൊടുത്തേക്കുന്നത്. ഓഫറിൽ എനിക്കങ്ങനെ 200 സംതിങ് എന്തോട്ടോ ഞാൻ വാങ്ങിച്ചത്. നമുക്ക് ഡെയിലി വെയറിന് യൂസ് ചെയ്യാം, കോളേജ്, ഓഫീസ്, ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിലും ഇപ്പോൾ പെർഫ്യൂംസ് ആയിരിക്കും കൂടുതലും യൂസ് ചെയ്യുന്നത്, അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു ബോഡി സ്പ്ലാഷാണ് കേട്ടോ ഇത്. എല്ലാം എനിക്ക് ഏകദേശം ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്യണത് ഈ ഗ്രീൻ കളറാണ്. എനിക്കെന്നറിയില്ല, എല്ലാം ഗ്രീൻ കളറാണ് ഭയങ്കര ഇഷ്ടം. ഗ്രീൻ കളർ ലൈറ്റ് ഗ്രീൻ ആണെങ്കിൽ ഏത് ഗ്രീൻ ആണെങ്കിലും ഞാൻ ആദ്യം ഗ്രീനേ പോകുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ പേര് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വായിച്ചു തരാം. ഞാൻ യൂസ് ചെയ്യണത് ഇപ്പോൾ കറൻ്റ് യൂസ് ചെയ്യണ ഒരു
ഈ ഒരു ബോഡി സ്പ്ലാഷിൻ്റെ പേര് ടസ്കാൻ ഗ്രീൻ. അതെ, ടസ്കാൻ ഗ്രീൻ എന്നുള്ളതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യണത്. ഇത് നല്ല അടിപൊളിയാണ്, നല്ല സ്മെല്ലാണ് കേട്ടോ. ഞാൻ എൻ്റെ ബാഗിൽ എപ്പോഴും ഇട്ട് വെക്കും. ഒരെണ്ണക്ക് നിങ്ങളെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മാത്രം എടുത്ത് ഇങ്ങനെ കൂടിൻ്റെ ഉള്ളിലോട്ട് ഇട്ടതാണ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വാങ്ങിക്കാം കേട്ടോ. അതായത് പൈസ ഇല്ല, അത്ര പൈസയൊന്നും ഇല്ല, എന്തെങ്കിലും വാങ്ങിച്ച് കൊടുക്കണം ഗേൾ ഫ്രണ്ടിന്, ബോയ് ഫ്രണ്ടിനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് വാങ്ങിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഐറ്റം. അപ്പോൾ ഇനി അങ്ങോട്ട് കാണിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോവും ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.